ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. ഉടൻ വിളിക്കൂ 9001 അല്ല സാറേ, എനിക്ക് ആ ലോക്കപ്പിൽ കിടക്കുന്നവനൊന്ന് കാണാൻ പറ്റൂ? കാണുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. സാർ ഇങ്ങ വന്നേ. താൻ ആ മാർക്കോയെ ഒന്നുകൊണ്ട് കാണിക്കേ. സാർ സാറേ, ഞാനൊന്ന് കണ്ടിട്ട് വരാം. നിക്കേ. പിന്നെ ഇപ്പൊ പറഞ്ഞല്ലോ അവനെ ഒന്ന് ചതയ്ക്കണമെന്ന്. അങ്ങനെ അവനെ ചതയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇപ്പൊ അവൻ ജയിലിലേക്ക് പോയാലും എന്നും അവിടെ കിടക്കാനൊന്നും പോകുന്നില്ല. ഇടയ്ക്ക് ഇറങ്ങുമ്പോ ഇന്ന് ചതച്ചവരെ അവൻ തിരിച്ചൊന്ന് പെരുമാറും. അത് താങ്ങാനുള്ള കരുത്ത് ഞങ്ങൾ പോലീസുകാരുടെ ബോഡിക്ക് പോലുമില്ല. അപ്പം സാറുമാർക്കും അവനെ പേടിയാണല്ലേ? എടോ, പോലീസുകാരും മനുഷ്യരാ, അല്ലാതെ അമാനുഷിക ശക്തിയുള്ളവരൊന്നുമല്ല. ശരി സാറേ. ഡാ, നീ നല്ല ഫൈറ്ററാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇനി ജയിലിൽ കിടന്ന് നീ ഫൈറ്റ് നടത്ത. ആരടാ നീ? ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ. പിന്നെ നിനക്ക് എന്നെ കുറിച്ച് അറിഞ്ഞേ പറ്റൂന്നാണെങ്കിൽ ഇത്രമാത്രം നീ അറിഞ്ഞു വെച്ചോ. നിന്റെ അന്തകനാ ഞാൻ. ഓ, നീ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. നിന്റെ ചരിത്രമൊക്കെ എനിക്കറിയാം. മാർക്കണ്ഡേയൻ എന്ന നിനക്ക് മാർക്കോ എന്ന പേര് സമ്മാനിച്ചത് നിന്റെ പ്രകടനമൊക്കെ കണ്ടിട്ട് മറ്റുള്ള ആൾക്കാരാ. എടാ, നീ ഇനി പുറലോകം കാണാൻ പോകുന്നില്ല. ഇത് പറയാൻ നീ ആരാ? ദൈവോ? എടാ, ചില സമയത്ത് ദൈവങ്ങളുടെ റോളൊക്കെ മനുഷ്യനും ചെയ്യേണ്ടി വരൂടാ. നീ തൻ്റെയോടുള്ള ആണുങ്ങളെ കണ്ടിട്ടില്ല, അതുകൊണ്ടാ നീ ഈ നാട്ടിൽ കിടന്ന് വിളഞ്ഞത്. പിന്നെ പോലീസിന്റെ സഹായവും നിനക്കുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇനി രക്ഷയില്ല. നീ കോടതിയിൽ പോവും. അത് കഴിഞ്ഞ് നീ നേരെ ഒരു പോക്ക ജയിലിലേക്ക്. അവിടെ ചെന്ന് കഴിഞ്ഞാ പിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഓ, ജയിലിലിട്ട് എന്നെ അങ്ങ് തീർക്കുമായിരിക്കും. അതിനാർക്കെങ്കിലും കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടോ? നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇന്നേ പറയണോ? പിന്നെ വേണമെങ്കിൽ ഞാനൊരു ജോത്സ്യരാവാം. കാരണം നിന്റെ ഭാവി എനിക്ക് നിസ്സാരമായിട്ട് പ്രവചിക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാ മിക്കവാറും നിന്റെ ഭാവി എനിക്ക് പ്രവചിക്കേണ്ടി വരും. എടാ, എനിക്കറിയാം നിന്റെ കഴിവും തൻ്റെ ഒക്കെ. അതുകൊണ്ടാ നിന്നെ ഇനി പുറത്തിറക്കാൻ ഉദ്ദേശമില്ല എന്ന് പറഞ്ഞത്. നീയാണ് ആ പെൺകുട്ടിയെ പറഞ്ഞു വിട്ടതെന്ന് എനിക്ക് മനസ്സിലായി. സാരമില്ല, എന്റെ ഭാഗത്ത് ശരിയുള്ളതുകൊണ്ട് നിയമം എന്റെ വഴിക്ക് വരുമെന്നാ ഞാൻ വിശ്വസിക്കുന്നത്. അതിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും. ഒരു വക്കീല് വന്നാൽ പോലും നിനക്ക് ജാമ്യം എടുക്കാൻ പറ്റില്ല. നാളെ കോടതിയും നിന്റെ നേരെ മുഖം തിരിക്കും. പിന്നെ എനിക്ക് കാണാൻ പറ്റും നിന്നെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത്.